ഓസ്കാറിൽ റെക്കോർഡുകൾ തകർത്ത ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത അനോറ. മികച്ച ചിത്രം, സംവിധാനം, എഡിറ്റിംഗ്, അവലംബിത തിരക്കഥ, മികച്ച നടി ഉൾപ്പെടെ പ്രധാന 4 പുരസ്കാരങ്ങൾ അനോറ സ്വന്തമാക്കി. മൈക്കി മാഡിസൺ ആണ് മികച്ച നടി. സംവിധാനം, എഡിറ്റിംഗ്, അവലംബിത തിരക്കഥ എന്നിവ 3ഉം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷോൺ ബേക്കർ ആണെന്നതാണ് മറ്റൊരു പ്രത്യേകത. ദി ബ്രൂട്ടലിസ്റ്റിന്റെ പ്രകടനത്തിന് എഡ്രിയൻ ബ്രോഡി മികച്ച നടനായി തിരഞ്ഞെടുത്തു. മികച്ച സഹനടനുള്ള പുരസ്കാരമായിരുന്നു ഓസ്കാർ നിശയിലെ ആദ്യ പ്രഖ്യാപനം. എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കിരൺ കൾക്കിനാണ് മികച്ച സഹനടനുള്ള ഓസ്കാർ. 42-കാരനായ കിരൺ ഹോം എലോൺ സിനിമയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ താരമാണ്. എമിലിയ പെരസിയിലൂടെ സോയി സൽദാന മികച്ച സഹനടിയായി. ഫ്ലോ ആണ് മികച്ച ആനിമേറ്റഡ് ചിത്രം. ലാത്വിയയിൽ നിന്നും ഓസ്കാർ നേടുന്ന ആദ്യത്തെ ചിത്രമാണ് ഫ്ലോ. വിക്കറ്റ് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം നേടി. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ നേടുന്ന ആദ്യ കറുത്തവർഗക്കാരനായി പോൾ ടെയ്സ്വെൽ ചരിത്രം സൃഷ്ടിച്ചു. ബ്രസീലിയൻ ചിത്രമായ ഐ ആം സ്റ്റിൽ ഹിയർ ആണ് മികച്ച ഇതര ഭാഷാ ചിത്രം. അതേസമയം ഏറ്റവുമധികം നോമിനേഷനുകൾ ലഭിച്ച എമിലിയ പെരസ്, ബ്രൂട്ടലിസ്റ്റ് എന്നീ സിനിമകൾക്ക് നിരാശയായിരുന്നു ഫലം. മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാറിനായി മത്സരിച്ച 10 എണ്ണത്തിൽ ഷാക് ഓഡിയയുടെ സ്പാനിഷ് മ്യൂസിക്കൽ എമിലിയ പെരസിന് 13 നാമനിർദ്ദേശങ്ങളാണ് ലഭിച്ചത്. ഇംഗ്ലീഷ് ഇതര ഭാഷാ സിനിമയ്ക്ക് ഇത്രയധികം നാമനിർദ്ദേശങ്ങൾ ഇതാദ്യമായായിരുന്നു. ട്രാൻസ്ജെൻഡർ അധോലോക നേതാവിന്റെ കഥ സംഗീത സാന്ദ്രമായി ആവിഷ്കരിച്ച സിനിമയിലെ മുഖ്യവേഷം ചെയ്ത കാർല സോഫിയ ഗാസ്കോൺ ട്രാൻസ് വ്യക്തിയാണ്. ദി ബ്രൂട്ടലിസ്റ്റ്, വിക്കറ്റ് എന്നീ സിനിമകൾക്ക് 10 നാമനിർദ്ദേശം വീതം ലഭിച്ചു. ഡയറക്ടേഴ്സ് ഗിൽഡ്, പ്രൊഡക്ഷൻ ഗിൽഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ നേടിയതോടെ അനോറ സാധ്യതാ പട്ടികയിൽ മുന്നിലായിരുന്നുവെങ്കിലും ഈ അട്ടിമറി പ്രേക്ഷകരും പ്രതീക്ഷിച്ചിരുന്നില്ല.